ഞാനൊരു പാർലമെൻ്റ് അംഗമാണ്. ഞങ്ങളുടെ പാർട്ടി ഇന്ന് പാർലമെൻറ്റിന് സഭകളിലും വളരെ ചെറിയൊരു പാർട്ടിയാണ്, ചെറിയ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ കഴിയാവുന്ന സമയങ്ങളിലൊക്കെ, ലഭിക്കാവുന്ന അവസരങ്ങളിലൊക്കെ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനത ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാനെന്ന ജനപ്രതിനിധി ഇന്നത്തെ പാർലമെൻറ്റിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിങ്ങലുണ്ട്. ആ വിങ്ങലെന്ന് പറയുന്നത് 1980കളുടെ അന്ത്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകനായി ഡൽഹിയിലെത്തിയപ്പോൾ പാർലമെൻറ്റിൽ പ്രസ് ഗാലറിയിൽ ഇരുന്നു കൊണ്ട് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ വീക്ഷിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഇന്ത്യയിലെ സുപ്രധാന രാഷ്ട്രീയ ഏടുകളൊക്കെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാനുള്ളൊരു അവസരം ലഭിച്ചു. അന്നത്തെ പ്രഗത്ഭമതികളായിട്ടുള്ള പാർലമെൻറ്റേറിയന്മാർ, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഒരുപക്ഷെ ഞാൻ അവരുടെ പേരുകൾ വേണേൽ പറയാം. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, സോമനാഥ് ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, മധു ദന്തപതി, ജോർജ് ഫെർണാണ്ടസ്, അങ്ങനെ എത്രയോ, ചന്ദ്രശേഖർ, VP സിംഗ്, രാജീവ് ഗാന്ധി, എത്രയോ മികച്ച രാഷ്ട്രീയ നേതാക്കളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ ഒരു രൂപത്തിലേക്ക് ഞാൻ കണ്ണുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു വിങ്ങലുണ്ട്, ഒന്ന് കൊളുത്തിപ്പിടിക്കുന്നു എന്ന് ഞാൻ പാർലമെൻറ്റിന് ഉള്ളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്താ കാരണം? എൻ്റെ മനസ്സിലുള്ളത് ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. പുറമേ നിന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് പാർലമെൻറ്റിനെ നിരീക്ഷിച്ച ഒരു വ്യക്തി, പാർലമെൻറ്റിൻ്റെ അകത്ത് നിന്ന്, എന്നാൽ പ്രസ് ഗാലറിയിൽ നിന്ന് പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചൊരു വ്യക്തി, ഒരു പാർലമെൻറ്റിന് അംഗമെന്ന നിലയിൽ നടപടികളിൽ പങ്കുകൊണ്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു MP. അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ എനിക്കുണ്ട്. പഴയ പാർലമെൻറ്റിൻ്റെ ഒരു പെയിൽ വേർഷൻ, ഒരു മങ്ങിയ പതിപ്പാണ് ഇപ്പോഴത്തെ പാർലമെന്റ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. എന്താ കാരണം? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം തന്നെ വളരെ നേർത്തതായി വരുന്നു. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ മന്ത്രിമാരിൽ നിന്ന് ലഭിക്കാതെ വരുന്നു. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഈ MP ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മന്ത്രിമാർ മറുപടി പറയണമെന്ന്. അങ്ങനെ ഒരു ചിന്തയുണ്ടോ സഹോദരിക്കുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ചിന്തയുണ്ടോ? ഉണ്ട്. ചിന്തിക്കണ്ട കേട്ടോ, അതൊക്കെ വെറുതെ പറയണതാ. ഞാനൊരു ചോദ്യം ചോദിച്ചു ആദ്യം. അതായത് യൂണിയൻ ക്യാബിനറ്റ് തരത്തിൽ തീരുമാനമാണ് സെൻട്രൽ വിസ്ത. ഈ അടുത്ത കാലത്ത് ഡൽഹി സന്ദർശിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സെൻട്രൽ വിസ്ത അറിയോ എന്താണ്? അതായത് പുതിയ രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിക്ക് ഭവനം, പ്രധാനമന്ത്രിക്ക് ഭവനം, പുതിയ പാർലമെന്റ്, പുതിയ സെക്രട്ടേറിയറ്റ്, അങ്ങനെ പുതിയ മന്ദിരങ്ങൾ അവിടെ വരികയാണ്. സെൻട്രൽ വിസ്ത എന്ന് പറയും. എത്രയോ 10,000 കോടിയോ 12,000 കോടിയോ അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയൊരു പാർലമെന്റ് നമുക്കുണ്ടായത്. അപ്പോൾ ക്യാബിനറ്റ് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ എത്രയായിരിക്കും പാർലമെന്റ് നിർമ്മിതിക്ക് വേണ്ട ഒരു തുക എന്ന് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ എൻ്റെ എസ്റ്റിമേറ്റ് എന്തോ 1,000-1,500 കോടി എസ്റ്റിമേറ്റ് പറഞ്ഞു. പാർലമെന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞ് ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചു. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എൻ്റെ നികുതിപ്പണമാണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. എത്ര തുക കൃത്യമായിട്ട് ഈ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ചു? എനിക്ക് കിട്ടിയ മറുപടി എന്താ അറിയോ? അത് സീക്രട്ടാന്നാണ്, രഹസ്യമാണ്. നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് പണിത ഒരു പാർലമെന്റ് മന്ദിരത്തിന് എത്ര ചെലവ് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ രഹസ്യമാകും? നോക്കുക, എങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിലെ ഡിസ്കോഴ്സ് മാറി മറിയുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്.